ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സൗമ്യ. ഞാൻ കാഞ്ഞിരപ്പള്ളി ചോറ്റിയിൽ നിന്നുമാണ് വരുന്നത്. 13/2/2023 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ അതിനുശേഷം 2 പ്രാവശ്യം പുതുക്കി. ഇത് 3-ാം പ്രാവശ്യമാണ് ഈ വിശുദ്ധ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിൽക്കുന്നത്. ഇതിനെന്നെ അനുഗ്രഹിച്ച കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ആദ്യമായി തന്നെ പറയുന്നു. ഒരു 3 ആഴ്ച മുമ്പ് ഞാൻ ഇവിടെ വന്നൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഫ്രീ വിസ ലഭിച്ച കാര്യം. ആ സമയത്ത് ഞങ്ങൾ നവംബർ 6-ാം തീയതി ഖത്തറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റും എടുത്തു. എല്ലാം റെഡിയായി. അതിനുശേഷമാണ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. ഞങ്ങൾ തിരിച്ച് മടങ്ങിപ്പോയപ്പോഴത്തേക്കും വീട്ടിൽ ചെന്ന് 3-ാം തീയതിയായി. ആ സമയത്ത് പോലും ഞങ്ങളുടെ വിസ പ്രിൻ്റ് അടിച്ച് കിട്ടുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയായി. നമ്മൾ വീടെടുത്തു. വീടിന് ഓൾറെഡി പൈസ എല്ലാം കൊടുത്തു. പക്ഷേ വിസ പ്രിൻ്റ് അടിച്ച് കിട്ടുന്നില്ല. അപ്പം നമ്മുടെ ആ ഏജൻറ്റ് പറഞ്ഞു, പേടിക്കണ്ട, അത് റെഡി ആയിക്കോളും, പ്രിൻ്റ് അടിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഞങ്ങളും അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ 4-ാം തീയതി ആയിട്ടും ഞങ്ങളുടെ വിസ പ്രിൻ്റ് അടിച്ച് കിട്ടുന്നില്ല. പിന്നെ ഒരു ദിവസമേ നമ്മുടെ മുൻപിലുള്ളൂ. 6-ാം തീയതി ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴും ഈ പുള്ളി പറയുന്നുണ്ട്, പേടിക്കേണ്ട, രാവിലെ ആകും. രാവിലെ വിളിക്കും പറയും ഉച്ചയ്ക്കാകും. ഉച്ചയ്ക്ക് വിളിക്കുമ്പം പറയും വൈകിട്ട് റെഡിയാകും. ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകെ കൺഫ്യൂഷനായി. അന്നേരത്തേക്കും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എന്തായാലും ഇനി ഒരു ദിവസമല്ലേ ഉള്ളൂ, എന്തായാലും ടിക്കറ്റ് ഓപ്പൺ ആക്കിയിടാം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൈസ നമുക്ക് പോകുമല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. കാരണം എൻ്റെ കൃപാസന മാതാവ് എനിക്ക് അത്ഭുതകരമായിട്ട് തന്ന വിസയാണിത്. അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഈ വിസ എനിക്ക് കിട്ടുമെന്നുള്ളൊരു ഉറച്ച ബോധ്യം എനിക്കുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് അത്രയും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പുള്ളി ആകെ ടെൻഷനിലായിരുന്നു. ആ സമയത്തൊന്നും ഹസ്ബൻഡിന് കൃപാസനത്തിലെ കാര്യം പറയുന്നതിനോട് അത്ര വലിയ യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല, വിശ്വാസവും ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പോഴും പറയും, അമ്മ മാതാവിനോട് പ്രാർത്ഥിക്ക്. എൻ്റെ ഹസ്ബൻ്റെ പേര് വിനീഷ് എന്നാണ്. അപ്പം ഞാൻ വിനീഷേട്ടൻ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ വരുന്നത്. അതുകൊണ്ട് വിനീഷേട്ടൻ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് മാതാവ് തന്ന ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറയും. പക്ഷേ എന്നാലും പുള്ളി പ്രാർത്ഥിക്കില്ല. ഇല്ല, റെഡിയാകും എന്ന വിശ്വാസത്തിലിരുന്നു. പക്ഷേ അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. രാത്രിയിലും ഒക്കെ ഞങ്ങളിങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കും, ഇപ്പം റെഡിയാകും, ഇപ്പം റെഡിയാകുമെന്ന്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അറിഞ്ഞു, ഈ വിസയ്ക്ക് ഞങ്ങൾ കഴിഞ്ഞ മാസം പൈസ കൊടുത്താണ് 15-ാം തീയതി. പക്ഷെ നമ്മുടെ ഏജൻറ്റ്, എൻ്റെ സ്പോൺസറായ അറബിയുടെ കയ്യിൽ ആ പൈസ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പുള്ളി ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് തന്നെ 2-ാം തീയതിയാണ്. ആ സമയത്ത് മെട്രാഷ് എന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മുടെ പ്രിൻ്റ് എടുക്കുന്നത്. ആ സമയത്താണ് അറബിയും പുള്ളിയുടെ ID ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അന്നേരം പുള്ളിയുടെ ID ഓൾറെഡി ബ്ലോക്കാണ്. അതിനകത്ത് കുറച്ചേറെ പൈസ ഫൈനായിട്ട് വന്ന് കിടപ്പുണ്ട്. അതെന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ, 6 മാസം മുമ്പ് പുള്ളിയുടെ ആക്സിഡൻറ്റിൽ പെട്ട ഒരാൾ മരിച്ചു. അതിൻ്റെ പേരിൽ പുള്ളി ജയിലിൽ വരെ കിടന്നിട്ടുണ്ട്. ആ പ്രശ്നം അപ്പോൾ സോൾവ് ചെയ്തതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഫൈൻ വരും എന്നുള്ള കാര്യം പുള്ളിക്കും അറിയത്തില്ല. നവംബറിൽ പുതിയ അപ്ഡേഷൻ വന്നപ്പോഴാണ് ഇവർ വീണ്ടും ഫൈൻ ഇട്ടത്. ആ സമയത്ത് അറബിയും ഈ ഏജൻറ്റും കൂടി അറബിയുടെ അതിൻ്റെ ഓഫീസിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു, നിങ്ങൾ ഇത് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊണ്ടുവരണം, അത് ക്യാൻസൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഫൈൻ അടയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഫൈൻ അടച്ച് അതിൻ്റെ ബ്ലോക്ക് മാറ്റണം, എങ്കിൽ മാത്രമേ വിസ പ്രിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അറബികൾ സാധാരണ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ വണ്ടി എവിടെയെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചിട്ട് അടുത്ത വണ്ടി എടുക്കും. അതാണ് അവരുടെ ഒരു രീതി. അപ്പോൾ ഈ പുള്ളി അതുപോലെ വണ്ടി എവിടെയോ ഉപേക്ഷിച്ചിട്ട് പോന്നു. എവിടെയാണെന്നുള്ളത് പോലും പുള്ളിക്ക് ഓർമ്മയില്ല. അവസാനം പുള്ളി അതെല്ലാം പോയി തപ്പി പിടിച്ച് നമ്പർ പ്ലേറ്റ് കൊണ്ടുവന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു, ഇത് ഉടനെ നടക്കുന്ന കാര്യമൊന്നുമല്ല, ഇത് സമയം എടുക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ഞാൻ മിറ്റലിൻ്റെ പുറത്ത് മുട്ടുകുത്തി നിന്ന് അമ്മ മാതാവിനോട് ജപമാല ചെല്ലുമായിരുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. ഞാൻ പറയും, അമ്മയോട് പറയും, അമ്മ എനിക്ക് തരുമെന്ന് ഉറപ്പാണ്, പക്ഷേ സമയം പോകുന്നതനുസരിച്ച് ആ സമയത്ത് എൻ്റെ കുഞ്ഞിൻ്റെ വിസയുടെ വാലിഡിറ്റി തീരാറായിട്ടുണ്ടായിരുന്നു. നവംബർ 16 വരെ കുഞ്ഞിൻ്റെ വിസയുടെ വാലിഡിറ്റി ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന് 6 മാസം കഴിയാതെ വിസ അടിക്കാൻ പറ്റത്തില്ല. എനിക്കാണെങ്കിൽ പോമെട്രി എക്സാം എഴുതിയിട്ട് ജൂൺ മാസത്തിൽ അതിൻ്റെ വാലിഡിറ്റി തീരും. അതിന് മുൻപായിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറി ലൈസൻസ് എടുത്തില്ലെങ്കിൽ വീണ്ടും ഞാൻ എക്സാം എഴുതേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും മുൻപിൽ വന്ന് നിന്നു.
എങ്കിലും എനിക്കുറപ്പായിരുന്നു അമ്മ മാതാവ് കൈവിടില്ല എന്ന്. ആ വിശ്വാസത്തിൽ ഞാൻ പിടിച്ചു നിന്നു. 13-ാം തീയതി ആയിട്ടും വിസയുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്കും ഉണ്ടായില്ല. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇത് കിട്ടുമോയെന്ന് അറിയില്ല, ഇനി കുഞ്ഞിനെ അല്ലെങ്കിൽ ഹസ്ബൻഡ് നാട്ടിലിറങ്ങി കുഞ്ഞിനെ കൊണ്ടുപോയെന്നാൽ ഹസ്ബൻഡിന് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ കാശുരൂപം കയ്യിലെടുത്ത് പിടിച്ചിട്ട് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എതിർപ്പൊന്നും പറഞ്ഞില്ല. പുള്ളി മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചു, മാതാവ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന 9 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചു, ബൈബിളെടുത്ത് വായിച്ചു. അങ്ങനെ അമ്മ മാതാവിനെ മുറുക്കി വിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ 14-ാം തീയതി ആയപ്പോഴത്തേക്കും റെഡി ആയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കൃപാസന മാതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, അമ്മ മാതാവ് എന്തെങ്കിലും ഒരു പരിഹാരം തന്നിട്ടേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നിരുന്ന് അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ കൈ വിരിച്ച് മുട്ടുമേ നിന്ന് 33 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. അമ്മ മാതാവെ തിരിച്ച് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് പറയാൻ എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത ഉണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ 2:30 എന്നൊരു സമയം മനസ്സിൽ തെളിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു 2:30 സമയത്ത് അമ്മ മാതാവ് എൻ്റെ വിസ പ്രിൻ്റ് അടിച്ച് തരുമായിരിക്കും. അമ്മ മാതാവ് വിശുദ്ധ അൾത്താരിൽ പ്രത്യക്ഷപ്പെട്ട സമയമാണല്ലോ. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ 2:30 ആയപ്പോൾ എനിക്കൊരു കോൾ വന്നു. വിസ പ്രിൻ്റ് അടിച്ചെന്നല്ല, ഒരിക്കലും പെട്ടെന്നെങ്ങും സോൾവ് ആക്കാൻ പറ്റാത്ത ആ അറബിയുടെ പ്രശ്നം അവിടെ കൊണ്ടുപോയി അവർ നമ്പർ പ്ലേറ്റ് സബ്മിറ്റ് ചെയ്തു, വേറെ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തു, ഫൈൻ എല്ലാം അടച്ചു. ഇനി 2 ദിവസത്തിനുള്ളിൽ ആ ബ്ലോക്ക് മാറി കിട്ടി, വിസ പ്രിൻ്റ് അടിക്കാം എന്നുള്ളൊരു വാർത്ത എനിക്ക് കിട്ടി. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി ഇനി അമ്മ മാതാവ് ബാക്കി കാര്യം നോക്കിക്കോളുമെന്ന്. അങ്ങനെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയി. വീട്ടിൽ ചെന്ന് കയറുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞിൻ്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റി, അവന് 3 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം, അതുകൊണ്ട് അക്കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിനും അമ്മ മാതാവിൽ വിശ്വാസം വന്നു. വീണ്ടും ദിവസങ്ങൾ ഇങ്ങനെ പോയി. എല്ലാവരും ചോദിക്കുന്നു, നമ്മളെല്ലാവരോടും യാത്ര പറഞ്ഞു പോകുകയെന്ന് പറഞ്ഞെല്ലാം നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും ചോദിച്ചു എന്താ പോകാത്തേന്ന്. അങ്ങനെ ഒരുപാട് നാണക്കേടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായെങ്കിലും ഞാൻ അമ്മ മാതാവിനോട് മുറുക്കി പ്രാർത്ഥിച്ചു. ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കണ്ട് പ്രാർത്ഥിച്ചു, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. അങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുതകരമായിട്ട് ഇനി അവസാനം ഇതിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി ഒന്നും നോക്കണ്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞെങ്കിൽ പോലും 2 ദിവസം മുൻപ് എൻ്റെ വിസ പ്രിൻ്റ് അടിച്ചു കിട്ടി. ഒരു തടസ്സവും കൂടാതെ ഇത്രയും വേഗം അത് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതുമാത്രമല്ല, ഇപ്പം നമുക്ക് അവിടെ ഒരു വിസ, ഫാമിലി വിസ പോലും ഇന്ത്യൻസിന് അവർ അപ്രൂവലാക്കി കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാ തടസ്സങ്ങളെയും മാതാവ് മറികടത്തി എനിക്ക് അമ്മ മാതാവ് ഈ വിസ എനിക്ക് പ്രിൻ്റ് അടിച്ച് തന്നു. ഞാൻ തിങ്കളാഴ്ച ഖത്തറിലേക്ക് മടങ്ങി പോവുകയാണ്. ഇത്രയും തന്ന എൻ്റെ കൃപാസന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ എനിക്കുറപ്പുണ്ട്, ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് അവിടെ ഒരു ഗവൺമെൻറ്റിൽ ജോലി തരണേ എന്ന് ഞാൻ അമ്മമാരോട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കത് പൂർണ്ണ വിശ്വാസമുണ്ട്, ഞാനവിടെ ചെല്ലുമ്പോൾ തന്നെ അമ്മ മാതാവ് എനിക്ക് ഗവൺമെൻറ്റിൽ തന്നെ നല്ലൊരു ജോലി തരും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഞാൻ അമ്മ മാതാവിന് നന്ദി പറയുകയാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ബസ് സ്റ്റാൻഡ്